Debate with Dr. Arun Kumar. യുവതീ പ്രവേശന വിവാദത്തിനു ശേഷം വീണ്ടും സ്വർണ്ണപ്പാളിയിൽ ശബരിമല രാഷ്ട്രീയ പോരിന്റെ കേന്ദ്രമാകും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ സമുദായ സംഗമം ഉറപ്പുവരുത്തി ആത്മവിശ്വാസമുയർത്തിയ സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ പ്രതിപക്ഷത്തിന് കിട്ടിയ ആയുധമാവുകയാണോ ഇനിയും സ്വർണം തെളിയാത്ത ശബരിമലയിലെ ചെമ്പുപാളി? ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് NSSന്റെയും SNDPയുടെയും 28 സമുദായങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കിയ സർക്കാരിന് ഈ സ്വർണം തെളിയാത്ത ചെമ്പുപാളിയിൽ പാളുകയാണോ? പ്രതിപക്ഷ നേതാവ് ദേവസ്വം മന്ത്രിയുടെയും ബോർഡ് പ്രസിഡന്റിന്റെയും രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഗുരുതരമായ വീഴ്ചയെ ന്യായീകരിക്കുന്നതിന് പരിഹാസ്യമാണ് എന്ന മട്ടിലാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. തെരുവിൽ വിശ്വാസ സമര സംഗമങ്ങൾ വരികയാണ്. ചോദ്യങ്ങൾ പലതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യഥാർത്ഥ അവതാര ലക്ഷ്യം? സ്വാധീനങ്ങളിലൂടെയും ഒപ്പം ശബരിമലയിലെ ഇടപെടലുകളിലൂടെയും ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥത്തിൽ എന്ത് ലക്ഷ്യത്തിനാണ് ഈ സ്വർണ്ണപ്പാളികൾ കേരളത്തിന് പുറത്ത് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി എന്നാൽ മാനുവൽ ലംഘിച്ചു കൊണ്ടുപോയത്? ഒടുവിൽ മാനുവലിനെ കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും തനിക്കറിയില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനില്ലേ? വിജയമല്യ പാകിയ സ്വർണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പാളികൾ സ്വകാര്യ പൂജ ചെയ്തത് ബോർഡ് എന്തുകൊണ്ടാണ് അറിയാതെ പോയത്? ആർക്കാണ് ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണപ്പാളികളിൽ സുവർണാവസരം ഒരുങ്ങുന്നത്? അതിഥികളായി അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ CPM പ്രതിനിധി, UDF പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ശില്പിയായ മഹേഷ് പണിക്കർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം അഡ്വക്കേറ്റ് D. സുരേഷ് കുമാറിലേക്ക്. അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ഈ സ്വർണ്ണപ്പാളികൾ മാനുവൽ ലംഘിച്ച് പുറത്തു കൊണ്ടുപോയി സ്വകാര്യ പൂജ ചെയ്തത് ഒരു ഭാഗത്ത്, 1999 വിജയമല്യ സ്വർണം പാകിയ ചെമ്പുപാളിയിൽ സ്വർണത്തിൻ്റെ ഒരു തരി പോലും ഇല്ലായിരുന്നുവെന്ന് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിൻ്റെ മഹസറിലും എഴുതി കണ്ടത് മറ്റൊരു ഭാഗത്ത്. സ്വർണം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ മാനുവൽ ലംഘിച്ച് ഈ ചെമ്പുപാളികൾ കേരളത്തിന് പുറത്ത് കൊണ്ടുപോയി ആന്ധ്രയിലടക്കം കൊണ്ടുപോയി പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കേണ്ടതല്ലേ? അതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. രണ്ടായിരത്തി 19 ഈ പറഞ്ഞ നിലയിലുള്ള ഒരു കാര്യം നടന്നു എന്ന് പ്രതിപക്ഷവും അതുപോലെ തന്നെ ചില ആളുകളും തുടർച്ചയായി BJPയും ഒക്കെ ഈ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത ഇതിനെ ക്ലബ് ചെയ്ത് 2025 തുടർച്ചയായി ശബരിമലയിൽ ഇത്തരം കാര്യങ്ങൾ നടന്നു വരികയാണെന്നുള്ള രൂപത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുകയാണ്. എന്താണ് 2019 സംഭവിച്ചത്? 2019 സംഭവിച്ചത് ഈ പറയുന്നത് പോലെ ഒരു സ്പോൺസർ വരികയും ആ സ്പോൺസറുടെ ഈ സ്വർണം കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. ആ തീരുമാനം കൈക്കൊള്ളുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് കൃത്യമായി തീരുമാനിച്ചത് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അനുധാവനം ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ, അത് തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ, ദേവസ്വത്തിൻ്റെ ഗോൾഡ് സ്മിത്ത് തുടങ്ങി വിജിലൻസ് ഉദ്യോഗസ്ഥർ വരെയുള്ള ആളുകൾ അനുധാവനം ചെയ്ത് ഇത് ശരിയാം വിധം അറ്റകുറ്റപ്പണി ചെയ്ത് തിരിച്ച് യഥാവിധി പ്രകാരം പുനഃസ്ഥാപിക്കണം എന്ന തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ ആ തീരുമാനം ലംഘിച്ചത് അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ പാകപ്പിഴ സംഭവിപ്പിച്ചത് ഏതാനും ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ സംബന്ധിച്ച്, അവരുടെ മോട്ടീവിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശാനുസരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ ഉദ്യോഗസ്ഥരിൽ മാത്രം വെച്ച് ഒഴിയാൻ കഴിയുമോ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ? അല്ല, ഉറപ്പായും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് പ്രാഥമിക തലത്തിൽ നടന്നിരിക്കുന്നതെന്നാണ് ഞങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ദേവസ്വം ബോർഡിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് അവർ തന്നെ പറയുകയാണ്. അതിനെ കൂട്ടി വായിച്ചുകൊണ്ട് വിജയമല്യ 1999 സ്വർണം പാകിയ ഈ ദ്വാരപാലക ശില്പപാളിയിൽ എത്ര സ്വർണം ഉണ്ടായിരുന്നു 2019? 2019 അതെ.
ഇത് 14 പാളികളാണ്. 38 കിലോഗ്രാം ആണ് ഇതിൻ്റെ ആകെ വെയിറ്റ്. 397 ഗ്രാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണമെന്നാണ് ദേവസ്വം രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും കണക്കുകളോ അല്ലെങ്കിൽ എഴുതിയതിലെ ചില പിശകുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല. ഗ്രാം എന്ന് പറയുന്നത് 2019 ഈ സ്വർണ്ണപ്പാളികൾ അഥവാ ചെമ്പുപാളികൾ സന്നിധാനത്ത് നിന്നും കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് തയ്യാറാക്കിയ മഹസറിലെ കണക്കല്ലേ? എൻ്റെ ചോദ്യം അതല്ല. ദേവസ്വം ബോർഡിൻ്റെ പക്കൽ വിജയമല്യ എത്ര സ്വർണ്ണമാണ് ഈ ചെമ്പ് പാളിക്ക് കൊടുത്തത്, അല്ലെങ്കിൽ ഇത് പാകാൻ വേണ്ടിയിട്ട് കൊടുത്തത് എന്നതിൻ്റെ ഒരു കണക്കുണ്ടോ എന്നാണ്, ഈ മഹസറിലെ കണക്കല്ലാതെ. അല്ല, കൃത്യമായി രേഖകൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ വിജയ് മല്യ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ വിജയ് മല്യ പൂശിയ സ്വർണം, അദ്ദേഹം കാണിക്കയായി പൂശിയ സ്വർണത്തെ സംബന്ധിച്ച് വ്യക്തമായ കണക്ക് അതും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് ദേവസ്വം ബോർഡിന്റെ വിജയ് മല്യ എത്ര സ്വർണം പാകി എന്നുള്ളതിന് കൃത്യമായ ഒരു കണക്കും ദേവസ്വം മന്ത്രിയുടെ കയ്യിലോ ദേവസ്വം ബോർഡിന്റെ കയ്യിലോ ഇല്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് 397 ഗ്രാം എന്നുള്ളത്. ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഒരു കണക്കുമില്ല വിജയമല്യ എത്ര സ്വർണം മഹസറിൽ. അല്ല, ഞാൻ ചോദിക്കട്ടെ, മഹസറിൽ രേഖപ്പെടുത്തിയ കണക്ക് വെച്ചല്ലേ നമുക്ക് നമ്മുടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനപ്പുറം അഡീഷണലായിട്ട് അതിനകത്ത് ചേർത്തിട്ടുണ്ട് എങ്കിൽ ഈ അന്വേഷണത്തിലൂടെ അത് വെളിപ്പെടേണ്ടതാണ്. ഏതെങ്കിലും രൂപത്തിൽ അതും വിജയ് മല്യ ശബരിമല നടക്കി വെച്ച അല്ലെങ്കിൽ പൂശിയ സ്വർണത്തെ സംബന്ധിച്ചും ഈ രൂപത്തിൽ ഇന്നത്തെ അന്വേഷണത്തിന്റെ പരിധിയിൽ, ജസ്റ്റിസ് KT ശങ്കരന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ അതും കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചോദ്യമുണ്ട്. ആ രൂപത്തിൽ ആദ്യത്തെ ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല. അതായത് ഈ വിജയമല്യ എത്ര സ്വർണം പാകി എന്ന ചോദ്യത്തിന് 2019 എടുത്ത മഹസറിലെ ഉത്തരമല്ലാതെ നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. ശരി, ആ 2019 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് ചെമ്പുപാളിയാണോ സ്വർണം പാകിയ ചെമ്പുപാളിയാണോ? കാര്യം ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് 2019 കൊണ്ടുപോയത് ചെമ്പുപാളികൾ മാത്രമാണ് എന്നാണ്. അത് പൂശിയ കമ്പനി പറയുന്നത്, സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത്, തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതിനകത്ത് ഒരു തരി സ്വർണം പോലും ഉണ്ടായിരുന്നില്ല, പുതിയ ചെമ്പുപാളിയാണ് എന്നാണ്. അപ്പോൾ എന്താണ് സർക്കാരിന്റെ നിഗമനം? അല്ല, സ്മാർട്ട് ക്രിയേഷൻസ് അത്തരത്തിലൊരു വാദഗതി ഇന്നലെ പറഞ്ഞതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വരുന്നത് സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നാണ്. സ്വർണം പൂശിയ ചെമ്പുപാളികളാണ്. പിന്നീട് 2025 ഇതേ രൂപത്തിൽ 14 പാളികളിൽ 2 എണ്ണം മാറ്റിവെച്ചിട്ട് 12 എണ്ണം ഇതുപോലെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ ശബരിമലയിലെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ, അതുപോലെ തന്നെ വിജിലൻസ് അധികാരികളുടെ, ഗോൾഡ് സ്മിത്തിന്റെ ഒക്കെ വീഡിയോ ചിത്രീകരണം നടത്തി 2019 കൊണ്ടുപോയത് വിജയ് മല്യ സ്വർണം പാകിയ ചെമ്പുപാളിയാണ് എന്നത് താങ്കൾ ഉറപ്പിക്കുന്നുണ്ടോ? അല്ല, ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് ഉപോത്ബലകമാകുന്ന നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതിനകത്ത് യാതൊരു വിധത്തിലും യോജിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ സ്വർണം പൂശിയ പാളികളാണ് ഉറപ്പായും 2025 എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി മാനദണ്ഡ പ്രകാരം പുറത്തു കൊണ്ടുപോയി 2025 തർക്കമില്ല. ഇപ്പോൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 2019 എന്തായിരുന്നു എന്നുള്ളതാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ കമ്പനി പറയുന്നു ചെമ്പുപാളിയാണെന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ചെമ്പുപാളിയാണെന്ന്. ഈ 2019 ചെമ്പുപാളിയാണോ സ്വർണ്ണപ്പാളിയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അവിടെയാണ് ഈ വ്യക്തത കുറവുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹസിൽ പറഞ്ഞിരിക്കുന്നത് 397 ഗ്രാം സ്വർണ്ണമാണ് പൂശിയിരുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഗോൾഡ് പ്ലേറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് കോപ്പർ പ്ലേറ്റുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അല്ല, ഞാൻ പറഞ്ഞത് ഈ രജിസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് മഹസർ തയ്യാറാക്കി കൃത്യമായ ലെഡ്ജറിൽ ഇതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കും. ഉറപ്പായും വളരെ കൃത്യമായി 2025 സെപ്റ്റംബർ മാസത്തിൽ തയ്യാറാക്കിയ മഹസറിന്റെ കാര്യമല്ലേ അങ്ങ് ഈ പറയുന്നത്? 2019 ഒരു മഹസർ ആ അർത്ഥത്തിൽ തയ്യാറാക്കിയിരുന്നു. അല്ല, 2019 അവിടെയാണ് ഒരു പ്രശ്നം. 2019 ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളും ഇത് കൃത്യമായി ഉദ്യോഗസ്ഥ സാന്നിധ്യത്തിൽ ഈ സ്വർണ്ണ പൂശിയ പാളികൾ ഇതിന്റെ മെയിൻ്റനൻസ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. അവിടെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 2019 കൊണ്ടുപോകുമ്പോൾ എത്രയാണ് സ്വർണം എന്നുള്ളതിൻ്റെ കണക്ക് അന്നില്ല. നമ്മുടെ കയ്യിൽ കൈവശമുള്ള കണക്ക് 2025 തയ്യാറാക്കിയ മഹസറിലേതാണ്. അത് കൊണ്ടുപോകുമ്പോൾ 397, തിരിച്ചു കൊണ്ടുവരുമ്പോൾ 10 ഗ്രാം കൂടെ കൂടി 407 ഉണ്ടാവും. കാര്യം 14 പാളിയിൽ 12 പാളിയുള്ളൂ. അതാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണം. അപ്പോൾ ഇവിടെയൊക്കെ അവ്യക്തത നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. നമുക്കിപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ കൂടിയുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി ഈ ചെമ്പുപാളി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നതടക്കം ഒരേ ഒരു വീഴ്ച മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടില്ല എന്നത് മാത്രമാണ്. അത് കോടതി മുമ്പാകെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം മാനുവൽ പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. 2019 കണക്കുകളില്ലാത്തതിന് 2025 ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും രാജി ആവശ്യപ്പെടുന്നതിന്റെ രാഷ്ട്രീയ യുക്തി എന്താണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ? അത് ഹൈക്കോടതി സുമോട്ടോ എടുത്തൊരു ആക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി അതിന്റെ മേലെ 5-6 ഓർഡേഴ്സ് പാസ്സാക്കിയിട്ടുണ്ട്. ആ ഓർഡേഴ്സിനകത്ത് വ്യക്തമായി പറയുന്ന ഒരു അടിസ്ഥാന പ്രശ്നം, നിങ്ങൾ പറഞ്ഞതുപോലെ 2019 ഇത് കൊടുക്കുമ്പോൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് മാനുവലിന്റെ വയലേഷൻ പ്രകാരം സന്നിധാനത്തിന് പുറത്തു കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യം സന്നിധാനത്തിന് പുറത്തേക്ക് 39 ദിവസം കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ 4 കിലോ കുറവ് വന്നിരിക്കുന്നു എന്നത് 2019 കാര്യമാണ്. ഇനി മറ്റൊന്നുണ്ട്, ഇവിടെ ഇതിന്റെ രജിസ്റ്റേഴ്സ് തന്നെ മിസ്സിംഗ് ആണ്. ഈ രജിസ്റ്റേഴ്സ് തന്നെ മിസ്സിംഗ് ആണ്. ഇതിനകത്ത് ഇതിന്റെ രജിസ്റ്ററുകളൊക്കെ തിരുത്തലുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽസ് തിരിച്ചു കൊണ്ടുവന്നതിന്റെ വെയിറ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതേ ദേവസ്വം ബോർഡിൽ തന്നെ വീണ്ടും വന്ന ഗവൺമെന്റും വീണ്ടും വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ ബോർഡും ഒക്കെ കണ്ടിന്യൂ ചെയ്യാണ് ഈ കുറവുകൾ. ആ കുറവുകൾ അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണിപ്പോ. ഇനി ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തി ഇപ്പൊ കോടതി ഇടപെട്ടില്ല എന്ന് വെക്കട്ടെ, സുമോട്ടോ എടുത്തിട്ടില്ല എന്ന് വെക്കട്ടെ, ആരെങ്കിലും ഇതിലേക്ക് പോകുമോ? അപ്പൊ നിലവിലുള്ള സിസ്റ്റം ശബരിമല ഉൾപ്പെടെയുള്ള വളരെ പരിപാവനമായ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളുടെയും ചുമതലയേറ്റ് കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായ സിസ്റ്റമല്ല ഈ സ്റ്റേറ്റിലുള്ളത്. ഇൻവെന്ററി ഉണ്ടാക്കാൻ യാതൊരുവിധ സംശയത്തിനും സാധ്യതയില്ലാത്ത തരത്തിൽ ഒരു ഇൻവെന്ററി ഉണ്ടാക്കുന്നതിനായി ഹൈക്കോടതി ഇപ്പോൾ ഇതങ്ങ് സീസ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റിസ് കെ ടി ശങ്കറിനെ ആ ഇൻവെന്ററി എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഗവൺമെന്റിന്റെ ഇൻവെന്ററി ഒന്നുമില്ല. ഗവൺമെന്റ് എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ട എന്നതൊക്കെ അവരുടെ ലാഭവും നഷ്ടവും അവർക്ക് കുഴപ്പമുണ്ടാകാത്ത രീതിയിൽ ചെയ്തു പോകുമോ എന്ന് സംശയിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനൊരു രാഷ്ട്രീയമൊന്നും അല്ലാതെ കലർത്തേണ്ടതില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇത് ഒരുപാട് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അവർ പ്രൊട്ടക്റ്റഡ് അല്ല. ഇത് ശബരിമല പോലെ കേരളത്തെ സംബന്ധിച്ചും രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരു സർക്കാർ, ക്ഷേത്രത്തിന്റെ ആരാധനകളെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച ഒരു സർക്കാർ, ക്ഷേത്രത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു സർക്കാർ, ക്ഷേത്രത്തെ അത് നോക്കിക്കണ്ട് നടത്താൻ കഴിയുന്നില്ലാത്തൊരു സാഹചര്യം സ്റ്റേറ്റിലുണ്ട്. കോടതി സീസ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലായില്ല. ജസ്റ്റിസ് ശങ്കറിനെ കണ്ടെത്തിയിട്ട് പുറത്തു പറയാതെ സീൽഡ് കവറിൽ കോടതിയിൽ എത്തിച്ചു കൊടുക്കണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെ കുഴപ്പത്തിലാക്കുന്ന ആളുകൾ ഇവര് അവിടെ തന്നെ ഉണ്ട്. അവരിപ്പോ ഞാൻ പറയുന്നത് ഈ വയലേഷൻ ഓഫ് മാനുവൽ ഉണ്ടായി, അത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കുറവുണ്ടായി. അപ്പൊ ഇങ്ങനെ ഒരു കുറവിനെ കുറിച്ച് എപ്പോഴാണ് ദേവസ്വം ബോർഡിന് മനസ്സിലായത്? അപ്പൊ ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് എന്ത് പരിശോധനയാണ് ഇത് നടത്തിയിരിക്കുന്നത്? ഇവരുടെ രജിസ്റ്റർ പ്രകാരമുള്ള അസറ്റ്സ് അവിടെ ഉണ്ടോ എന്ന് പുതിയ ബോർഡ് ചാർജ് എടുക്കുമ്പോൾ നോക്കിയിട്ടുണ്ടോ?
അതുണ്ടോ എന്ന് സ്ഥിരമായി പരിശോധിക്കാനുള്ള മെക്കാനിസം അവിടെ ഉണ്ടോ? ഇനി ഇതല്ലാതെ എന്തെല്ലാം നഷ്ടം. ഇപ്പൊ ഈ ഒരു ഇഷ്യൂവിൽ മാത്രം പോയത് കൊണ്ടാണ് നമ്മളിത് കാണുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അസറ്റ്സ് ഒക്കെ അവിടെ ഉള്ളത്. അത് വിശ്വാസികളുടെ സമ്പത്താണ്. അത് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അല്ലാതെ ഈ പറഞ്ഞ വിശ്വാസപരമായ ആരാധനാലയങ്ങളെയൊക്കെ കണക്കില്ല. 99 വിജയമല്യ സ്വർണം പൂശുന്നത്. 2016 വരെ നമ്മുടെ സംസ്ഥാനം ഭരിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. 2011 മുതൽ അന്ന് വി എസ് ശിവകുമാറും ദേവസ്വം മന്ത്രിയായിരുന്ന കാലമുണ്ടായിരുന്നേ. അന്ന് കണക്കെടുത്തിരുന്നു. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് ശബരിമലയിൽ വിജയമല്യ പൂശിയ സ്വർണത്തിന്റെ കണക്ക് ഇൻവെന്ററിയിലുണ്ടോ UDF സർക്കാരിന്റെ കാലത്ത്? ഇൻവെന്ററി തന്നെ മിസ്സിംഗ് ആണ്. നിങ്ങൾ അതിന്റെ ഡി ഒന്ന് വായിച്ചു നോക്കുക ഓർഡറിനെ. അതായത് അവർക്കത് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാ പറയുന്നത്. ഇൻവെന്ററി പുറത്തു വന്നാൽ മൊത്തം പുറത്തു വരും. ഈ രജിസ്റ്റേഴ്സ് ഒക്കെ മിസ്സിംഗ് ആണ്. ഇത് ഒരു രജിസ്റ്ററും ഇല്ലാതെ ചെയ്തു എന്നാണോ നിങ്ങൾ കരുതുന്നത്? അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ശബരിമലയിൽ അന്ന് കണക്കെടുത്തിരുന്നു. ആ കണക്ക് അവിടെ ഉണ്ടായിരുന്നു. 99 ശേഷം വിജയമല്യ എത്ര സ്വർണം പാകി എന്നതിന്റെ കണക്ക് അതിനുശേഷം 2 തവണ UDF അധികാരത്തിൽ വന്നു, 3 തവണ LDF അധികാരത്തിൽ വന്നു. ആ സമയങ്ങളിലൊന്നും കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിട്ടില്ല എന്നല്ലേ കോടതിയുടെ നിരീക്ഷണം? അങ്ങനൊന്നും കോടതി പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞത് ഇപ്പോൾ അവിടെ ഇല്ല, അതാണ് പ്രശ്നം. മുമ്പ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നു എല്ലാം, ഇപ്പോൾ അവിടെ ഇല്ല. എന്നാൽ ഇപ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ 4 കിലോ സ്വർണം ഇതിനോട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞത് 4 കിലോ സ്വർണം എന്നുള്ളത് ഡിലിജന്റ് എഫേർട്സ് ദ ചീഫ് സ്വർണം എന്ന് പറഞ്ഞിട്ടില്ല. 4 കിലോ സ്വർണമല്ലാതെ 4 കിലോ ചെമ്പ് തട്ടിക്കൊണ്ട് പോകാൻ ചെയ്ത പദ്ധതിയാകാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. Despite diligent efforts, the Chief Vigilance and Security Officer could not locate such a set. No records existing detailing the quantity of gold used for Dwaraka Palakas or Pidams. ഈ കൊടുത്ത ക്വാണ്ടിറ്റിയുടെ റെക്കോർഡ് നഷ്ടപ്പെടേണ്ടത് ആരുടെ ആവശ്യമാണ്? ഇത് എടുത്തവരുടെ ആവശ്യമാണ്. അപ്പോ എടുത്ത ആളുകൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോ കോടതി എന്ത് ചെയ്തു? ജസ്റ്റിസ് KT ശങ്കറിനെ അപ്പോയിന്റ് ചെയ്തു. അവിടെ പോയി മുഴുവൻ പരിശോധിച്ചിട്ട് ഇൻവെന്ററി എടുക്കാൻ ആൾക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞു. UDF കാലത്ത് അങ്ങനെ രജിസ്റ്റർ ഉണ്ടായിരുന്നുവെന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് ഉണ്ടാകണമല്ലോ. എവിടെ ആരും ഇതാണെന്നും പ്രതിപക്ഷത്തിന് കണക്കുമില്ല. ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? നിലവിൽ അതവിടെ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. അതായത് ഉണ്ടായിരുന്ന സാധനം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നായി പറയുന്നത്. ശരി, അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നു എന്ന് ആരോടായി പറയുന്നത്? അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ NJR ജുവലറിയുടെ ഒരു ജുവലറി ഉടമയോടൊപ്പം ഈ പണിയെടുത്ത ഒരു മനുഷ്യനോടാണ്. അദ്ദേഹം പറയുന്നത് 800 ഗ്രാം മാത്രമാണ് പൊതിഞ്ഞിരിക്കുന്നത്. വിജയമല്യയുടെ എക്സ്പേർട്ട് പറയുന്നത് 5 കിലോഗ്രാമോളം സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ പലരും പറയുന്നതല്ലാതെ 99 ശേഷം വന്ന ദേവസ്വം ബോർഡുകളോ ദേവസ്വം മന്ത്രിമാർക്കോ ആ കണക്കുകളൊന്നും തന്നെ അറിയില്ല. എത്രയോ ആണ് പൂശിയതെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ഇതാണ് അവസ്ഥ. സർക്കാരിന്റെ മാത്രം വീഴ്ചയായി ചൂണ്ടിക്കാണിക്കാൻ ചോദ്യം. ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് മാനുവലിന്റെ വയലേഷൻ നടത്തി എന്ന് പറയുന്നത് 2019 ആ മാനുവല് ഇത് ഫോളോ ചെയ്തുകൊണ്ട് ആ കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ള വെപ്പ് അതിന്റെ വയലേഷൻ 2019 നടത്തിയിരിക്കുന്നതിന് അർത്ഥം അതിന് മുമ്പ് അത് ഫോളോ ചെയ്തു എന്നർത്ഥം. ശരി, അതിന് മുമ്പ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നത് കേവലം ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയായിട്ട് കാണാനും കഴിയില്ല. ഞാൻ പറയുന്നത് ഒരു ഇടവേള വേണം. ഒരു ഇടവേളയാണ് സുവർണാവസരമാകുന്നത്. അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ UDF പ്രതിനിധി, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJP പ്രതിനിധി, ശില്പിയായ മഹേഷ് പണിക്കർ എന്നിവരാണ് ചർച്ചയിൽ നമുക്കൊപ്പം. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്പർ 1 വിജയമല്യ പാകിയ സ്വർണം എവിടെയാണ് എന്നതാണ്. രണ്ടാമത്തത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കേരളത്തിന് പുറത്ത് കൊണ്ടുപോയി മാനുവൽ ലംഘിച്ച് പൂജ നടത്താനുള്ള അനുവാദം ആരെങ്കിലും കൊടുത്തിരുന്നു? അതറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിയമ നടപടി എടുത്തില്ല എന്നാണ്. BJP യുവതീ പ്രവേശന വിഷയത്തിൽ കാണിച്ചൊരു ആവേശവും ആ പ്രതിഷേധത്തിൻ്റെ ഊർജ്ജമൊന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന ഈ സമരത്തിലും പ്രതിഷേധത്തിലും കാണാതെ പോവുകയാണോ?
അങ്ങനെ ഒരു ആവേശക്കുറവുണ്ടോ ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ? നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണമാണ് BJP നേതൃത്വത്തിന്റെ ഭാഗത്ത് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ശ്രീ V മുരളീധരനാണെങ്കിലും പാർട്ടിയുടെ മറ്റ് സമുന്നതരായിട്ടുള്ള നേതാക്കളാണെങ്കിലും ഈ കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യമാണ് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്നെയുമല്ല, ദേവസ്വം ആസ്ഥാനത്തേക്ക്, നന്ദൻകോടുള്ള ദേവസ്വം ആസ്ഥാനത്തേക്ക് അടുത്ത ദിവസങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും മാർച്ചുകളും നടക്കാനിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും കടകംപള്ളി സുരേന്ദ്രനെതിരെയും അതേപോലെ തന്നെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റിനെതിരെയും ക്രിമിനൽ കേസ് എടുക്കണമെന്നും ആണ് BJP ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ചർച്ചയിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാനിതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഈ സമയത്ത് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സംസാരിക്കുന്നതിലുടനീളം അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അവിടെ യാതൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ മാത്രം നടന്നിട്ടുള്ള എന്തോ ഒരു തിരിമറിയാണത്. അതിനെ അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതില്ലെന്നൊരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു അവതരണമാണ് അദ്ദേഹം നടത്തിയത്. എന്നാൽ ഏറ്റവും ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം വിശ്വാസവഞ്ചനയാണ്. മൈനറായിട്ടുള്ള ദേവന്റെ സ്വത്തുവകകൾ നോക്കി നടത്താൻ, മാനേജ് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം കൃത്യവിലോപം കൊണ്ട്, ഗുരുതരമായിട്ടുള്ള വീഴ്ച കൊണ്ട്, അനാസ്ഥ കൊണ്ട് ആ സ്വത്തുവകകൾ അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വേലി തന്നെ വിളവ് തിന്നുന്ന, നോട്ടക്കാരൻ തന്നെ കൊള്ള നടത്തുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ സ്വത്തുവകകൾ എന്ന് പറയുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ ഭക്തി കൊണ്ട് സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളാണ്. അത് നോക്കി നടത്തുകയും മാനേജ് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യാന്നുള്ള ഗൗരവമുള്ള ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഇത് നോക്കി നടത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഇവരുടെ കണ്ണിന് മുന്നിൽ നിന്ന് ഈ സ്വർണം എവിടെയോ അപ്രത്യക്ഷമായി പോയിട്ടുണ്ടെങ്കിൽ ഈ സംവിധാനത്തിന് തുടരാൻ എന്ത് അർഹതയാണുള്ളത്? എന്തിനാണ് ഇതിനൊരു ദേവസ്വം ബോർഡ്? എന്തിനാണ് അതിന്റെ മുകളിൽ ഒരു മന്ത്രാലയം? എന്തിനാണ് ആ വകുപ്പിനൊരു മന്ത്രി? ഇത്രയും കാലമായിട്ട് 2019 നഷ്ടപ്പെട്ട സ്വർണത്തെ പറ്റി ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് 2025 അതിന്റെ രേഖകൾ വിളിച്ചു വരുത്തുന്നത് വരെ ഈ ദേവസ്വം ബോർഡോ അതിന്റെ പ്രസിഡന്റോ അതിന്റെ മന്ത്രിയോ അറിഞ്ഞിട്ട് പോലും ഇല്ലെങ്കിൽ ഇവർക്ക് ഈ സ്ഥാനത്ത് തുടരാൻ എന്ത് അധികാരമാണുള്ളതെന്നുള്ള ചോദ്യമുണ്ട്. ഇവിടുത്തെ പ്രശ്നം നോക്കൂ. 1999 വിജയ് മല്യ എന്ന് പറയുന്ന വ്യവസായി സ്വന്തം നിലയിൽ ശബരിമലയിലെ ശ്രീകോവിൽ സ്വർണം പൊതിയാണ് ചെയ്യുന്നത്. ഗോൾഡ് ക്ലാഡിംഗ് ആണ്, ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല. ഈ സ്വർണം പൊതിയുന്നതും സ്വർണം പൂശുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെമ്പ് പാളികൾക്ക് മേലെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്ന തരത്തിൽ ചെയ്യുന്നത്. ഇപ്പൊ 2019 ചെയ്തത് അതാണ്. എന്നാൽ 1999 വിജയ് മല്യ ചെയ്തത് എന്താണ്? ചെമ്പിന്റെ പാളികൾ, അതായത് മോൾഡ് ഉണ്ടാക്കിയിട്ട് ആ മോൾഡിന് മുകളിൽ കനം കുറഞ്ഞ സ്വർണ്ണ തകിടുകൾ പൊതിയുന്ന പ്രക്രിയയാണ്, ഗോൾഡ് ക്ലാഡിംഗ് ആണ്. ഏതാണ്ട് 30.18 കിലോ സ്വർണമാണ്, 30 കിലോ സ്വർണമാണ് ഈ പറയുന്ന ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൊതിയലിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അന്ന് വിജയ് മല്യയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്വർണം പൊതിയലിന്റെ മേൽനോട്ടം നിർവഹിക്കുകയും ഇവിടെ വന്ന് ഇത് പരിശോധന നടത്തുകയൊക്കെ ചെയ്തിരുന്നത് സെന്തിൽനാഥ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വിദഗ്ധനും ഒരു അസിസ്റ്റന്റുമാണ്. ആ സെന്തിൽനാഥ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് 30 കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീകോവിലിന്റെ മൊത്തം പൊതിയൽ നടത്തിയിട്ടുള്ളത്. അതിൽ ദ്വാരപാലക ശില്പങ്ങൾ പൊതിയാൻ വേണ്ടി 2.5 കിലോ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 1999 തന്നെ 2.5 കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് സ്വർണം പൊതിഞ്ഞിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങൾ അത് ചെമ്പാണെന്നും അത് രണ്ടാമത് സ്വർണം പൊതിയണമെന്നും പറഞ്ഞുകൊണ്ട് 2019 ഒരു ഉത്തരവിറക്കുന്നു. ഓൾറെഡി 20 കൊല്ലം മുമ്പ് സ്വർണം പൊതിഞ്ഞിട്ടുള്ള സാധനം രണ്ടാമത് സ്വർണം പൂശണമെന്ന് പറഞ്ഞ് ഒരു ഉത്തരവിറക്കുകയും ഖണ്ഡിച്ചുകൊണ്ട് ജുവലറിയുടെ തൊഴിലാളി തന്നെ വന്നിട്ടുണ്ട്. 800 ഗ്രാം മാത്രമാണ് പൂശിയിരിക്കുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്ന മൊഴി. ശരി, അങ്ങനെ പലതരത്തിൽ മൊഴികൾ ഉണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? ഈ കാര്യത്തിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 17-ാം തീയതി ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് 2 ദിവസങ്ങളിലായിട്ടാണ് ഈ പറയുന്ന സംഗതികൾ കൊടുത്തുവിടുന്നത്. ഒന്ന് 19/7/2019 പിന്നെ രണ്ടാമത്തെ ഭാഗം കൊടുക്കുന്നത് 20/7/2019. അതായത് 2 ഭാഗങ്ങളായിട്ട് അഴിച്ചെടുത്ത് 42.5 കിലോയോളം ഭാരം വരുന്ന സംഗതി ആദ്യം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ 25.400 ഗ്രാം തൂക്കം വരുന്നത് അഴിച്ചു കൊടുക്കുന്നു. അടുത്ത ദിവസം ഈ പീഠങ്ങൾ അത് 17.400 ഗ്രാം അഴിച്ചു കൊടുക്കുന്നു. 42.5 കിലോ ആയിരുന്നു ആകെ തൂക്കം. ഇയാൾ 1 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എത്തിക്കുന്നത്. അത്രയും കാലം ഇത് ഇയാളുടെ പ്രൈവറ്റ് പൊസിഷനിലാണ്. ദേവസ്വത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇദ്ദേഹത്തെ അനുഗമിച്ചിട്ടില്ല. അവിടെ ചെന്നിട്ട് തൂക്കുന്ന ഘട്ടത്തിൽ എന്താണ് 4.5 കിലോന്റെ വ്യത്യാസം ഉണ്ടാകും. എന്നാൽ പിന്നീട് പുറത്തു വരുന്നത് എന്താണ്? ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സംഗതികളെ അല്ല അവിടെ എത്തിച്ചത്. അവിടെ വിനീത് ജെയിൻ എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള
മറ്റൊരു വ്യവസായിയോട് ശബരിമലയിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സ്വന്തം ചിലവിൽ ഹൈദരാബാദിൽ പുതിയ ചെമ്പുപാളികൾ ഉണ്ടാക്കുന്നു. ആ ചെമ്പുപാളികളാണ് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നതും ഈ പുതിയ ചെമ്പുപാളികളാണ് സ്വർണം പൊതിയുകയും ചെയ്യുന്നത്. അങ്ങനെ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികളാണ് 2019 തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. 2019 തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് ഇത് അളന്നിട്ടില്ല, ഇത് തൂക്കി നോക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ 3-ാമത്തെ പേജിൽ പറയുന്നുണ്ട് ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപമാണ് നടന്നു. രണ്ടാമത് മടക്കിക്കൊന്ന ഐറ്റംസ് അളന്നു നോക്കിയിട്ടേ ഇല്ല. മാത്രമല്ല ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള ഐറ്റംസിനെ പർപ്പസ്ഫുള്ളി മഹസറുകളിലും ദേവസ്വം രേഖകളിലും കോപ്പർ പ്ലേറ്റ്സ് എന്ന് തെറ്റായി വിവക്ഷിച്ചു. സ്വർണം പൊതിഞ്ഞിട്ടുള്ള സംഗതികളെ ചെമ്പാണ് എന്ന പ്രതീതി ബോധപൂർവം ജനിപ്പിക്കാൻ വേണ്ടി രേഖകളിൽ പോലും അങ്ങനത്തെ തട്ടിപ്പ് എഴുതി വെച്ചു. ഇവിടുത്തെ ചോദ്യം, ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഈ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ആ പാളികൾ എവിടെ പോയി? അതിൽ 800 ഗ്രാം ആണെങ്കിലും അതിൽ 2.5 കിലോ ആണെങ്കിലും അല്ല ഇനി 500 കിലോ ആണെങ്കിലും അത് അയ്യപ്പന്റെ സ്വത്തല്ലേ, അയ്യപ്പന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള നിധിയല്ലേ, അത് സംരക്ഷിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമല്ലേ? ഇതെങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പോലും അനുഗമിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വിവാദ ദല്ലാളിന് സ്വന്തം നിലയിൽ ഇവിടുന്ന് കയ്യേറ്റ് വാങ്ങാനും സ്വന്തം നിലയിൽ കൊണ്ടുപോയി മരാമത്ത് നടത്താനും സ്വന്തം നിലയിൽ തിരിച്ചു കൊടുത്ത് ഏൽപ്പിക്കാനും സാധിക്കുന്നു? ഇവിടെ ഒരു ചിട്ടവട്ടങ്ങളോ യാതൊരു തരത്തിലുള്ള കീഴ്വഴക്കങ്ങളോ പാലിച്ചിട്ടില്ല എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നത്. എന്നിട്ട് ഈ കാര്യം ഇത് തിരിച്ചു കൊണ്ടുവന്നിട്ട് 2019 വന്ന സമയത്ത് ഇതിന്റെ പീഠത്തിന്റെ ബേസിൽ ഇത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം അളവിലും തൂക്കത്തിലും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഇത് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പീഠം വേണ്ടാന്ന് വെച്ചു. ആ പീഠം എവിടെയാണ് ഇപ്പോഴാണ് അന്വേഷിക്കുന്നത്. പീഠം സ്ട്രോങ് റൂമിൽ ഉണ്ടാവും എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. അവസാനം തെരഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയത്. മറ്റേ പുതുക്കിയിട്ടുള്ള ചെമ്പുപാളിയുടെ മേലെ സ്വർണം പൊതിഞ്ഞിട്ടുള്ള സംഗതിയാണ് ഈ 2019 കൊണ്ടുവന്നത്. 2019 സംഭവിച്ചൊരു വീഴ്ചയ്ക്ക് 2021 അധികാരത്തിൽ വരുന്ന പിണറായി സർക്കാരിന് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും എന്തിനാണ് രാജിവെക്കുന്നത്? 2019 ആരായിരുന്നു ഭരിച്ചിരുന്നത്? പിണറായി വിജയന്റെ സർക്കാർ തന്നെയല്ലേ ഭരിച്ചിരുന്നത്. ഈ ദേവസ്വം സിസ്റ്റം ഇൻ പെർപെച്യൂറ്റിയാണ്. അല്ല സാർ, ഞാൻ അങ്ങനെയാണെങ്കിൽ കടകംപള്ളിക്കെതിരെ നടപടി വേണ്ടേ? അങ്ങനെയാണെങ്കിൽ കടകംപള്ളിക്ക് അന്നത്തെ ദേവസ്വത്തിന്റെ പ്രസിഡന്റിനെതിരെ നടപടി വേണ്ടേ? ഇവിടെ ഈ കാര്യത്തിൽ കാര്യമില്ലല്ലോ. ഇപ്പോൾ 2025 സെപ്റ്റംബറിന് ശേഷം എല്ലാ മാനുവലും പാലിച്ചുകൊണ്ടാണ് ഈ സ്വർണം കൊണ്ടുപോയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആ പരിസരത്തേക്ക് അടുപ്പിച്ചില്ല. അയാളോട് നേരിട്ട് ചെന്നൈ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അക്കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃത്യമായ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ആദ്യ ഒരു വീഴ്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്നതാണ് ഒരു നിമിഷം. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചിറങ്ങുന്നുണ്ട്. ദേവസ്വം വിജിലൻസ് ആസ്ഥാനത്ത് അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹലോ ഓണടാ ഇവിടെ ഓണില്ല. ഹലോ ഓണയാ? കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായിട്ടും അന്വേഷണത്തോട് ഞാൻ സഹകരിക്കും. ഓക്കെ, താങ്ക് യു. ഇല്ല, ഇനി ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ മീഡിയയിലൂടെ പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ എല്ലാ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇനി കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കും. അങ്ങനെ ചോദ്യം മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അവർ ചോദിച്ച ചോദ്യങ്ങൾ എനിക്ക് സമയം തന്നു, എനിക്ക് ബ്രേക്ക് തന്നു, ആ ചോദ്യങ്ങൾ ആലോചിക്കാനുള്ള സമയം തന്നു. അതിനനുസരിച്ചായിരുന്നു ആ ചോദ്യങ്ങൾക്ക് എനിക്കറിയുന്ന കാര്യങ്ങളും എനിക്ക് ഓർമ്മിച്ചെടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും മറുപടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പറയുന്നത്. ബാക്കി മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്ത് വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് എല്ലാ ചോദ്യങ്ങൾക്കും താൻ ഉത്തരം പറഞ്ഞുവെന്ന് പ്രതികരിച്ചിരിക്കുന്നത്. ശങ്കുണിദാസ്, എനിക്കൊരു 30 സെക്കൻഡ്സ്.
നോക്കൂ, ഇവിടെ ഈ അന്വേഷണം നടത്തുന്ന സംവിധാനം പോലീസിന്റെ വിജിലൻസ് അല്ല, ഇത് ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഈ ദേവസ്വം വിജിലൻസിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അധികാരമേ ഉള്ളൂ. അതല്ലാതെ പോലീസ് സംവിധാനത്തിലെ വിജിലൻസിനെ പോലെ FIR ഇടാനോ കേസെടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ ഉള്ള സംവിധാനമില്ല. അങ്ങനത്തെ ഒരു ടൂത്ത്ലെസ് ടൈഗർ ആണോ ഇത്രയും ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്ന സാഹചര്യത്തിലും ഇതിന്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്? അതോ ഇവിടെ FIR ഇട്ടിട്ട് കൃത്യമായിട്ടുള്ള തെഫ്റ്റിന്, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷന് കേസ് എടുത്തിട്ട് ഈ ആളുകളെല്ലാം പ്രതിയാക്കിയിട്ട് ഇവർക്കെതിരെ അല്ല, ആദ്യം അതിലെ തെറ്റ് നടന്നോ എന്നുള്ളത് അറിയണം. അതിന്റെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളുടെ ശേഖരണമല്ലേ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ശങ്കുട്ടിദാസിന് പറയാൻ കഴിയില്ല, എനിക്ക് പറയാൻ കഴിയില്ല, ഇവിടെ ഇരിക്കുന്ന UDF പ്രതിനിധിക്ക് പറയാൻ കഴിയില്ല എത്രയാണ് വിജയമല്യ പാകിയ സ്വർണം. അത് പല കണക്കുകളാണുള്ളത്. ദേവസ്വത്തിന്റെ രജിസ്റ്ററിൽ ഇനി അത് കണ്ടെത്തിയാലേ മനസ്സിലാവൂ. അപ്പോൾ അതിൽ സ്വർണ്ണത്തിന് കളവ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും ഇനിയും നമുക്ക് സ്ഥാപിക്കാനായിട്ടില്ല. ശങ്കുട്ടിദാസ് സാർ, ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികളല്ല മടക്കി കൊണ്ടുവന്നത് എന്ന കാര്യം നമുക്ക് വ്യക്തമാണോ? അതും വ്യക്തമല്ല. അതിലും വ്യക്തത കുറവുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അത് തന്നെയാണ് താൻ കൊണ്ടുപോയത്, താൻ ആ പാളി മാറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ഇനി അതിലെല്ലാം ഈ ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം നടന്നതിന് ശേഷം മാത്രമല്ലേ മോഷണം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവൂ. നമുക്ക് കാത്തിരിക്കാം. ഒരു നിമിഷം, മഹേഷ് പണിക്കർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, ശില്പിയാണ്. മഹേഷ്, ഒരു നിമിഷം ശങ്കു, ഞാൻ തിരിച്ചു വരാം. മഹേഷ് പണിക്കർ, കാര്യങ്ങൾ ഇത്രത്തോളമായി. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വസ്തുത ഇതാണ്: 1999 വിജയമല്യ സ്വർണം ക്ലാഡ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് 800 ഗ്രാം സ്വർണം മാത്രമാണ് എന്നാണ് ആ ജുവലറി NGR ഉടമയുടെ തൊഴിലാളിയായ ഒരു സുഹൃത്ത് ഇന്ന് മൊഴി നൽകിയിരിക്കുന്നത്. അതാണ് ഒരുപക്ഷെ ആധികാരികമായി നമുക്ക് പറയാൻ കഴിയുന്ന ഏക കാര്യം. കാര്യം ജുവലറിക്കാണല്ലോ സ്വർണവുമായി ബന്ധപ്പെട്ട കണക്ക് പറയാൻ കഴിയുക. അങ്ങ് ഇന്നലെ പറഞ്ഞു ആ ക്ലാഡ് വേർതിരിച്ച് ചെമ്പുപാളിയായി മാത്രം എടുത്തുകൊണ്ട് പോവുക വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പലരും പറയുന്നത് വേണമെങ്കിൽ ആ ക്ലാഡ് ഇളക്കിയെടുക്കാം, അതിനുശേഷം ആ ചെമ്പ് പോളിഷ് ചെയ്യാം, ചെമ്പ് പോളിഷ് ചെയ്തതിന് ശേഷം ഇത് ഗോൾഡ് പ്ലേറ്റിങ്ങിനായിട്ട് കൊണ്ടുപോകാം. അങ്ങനൊരു സാധ്യത താങ്കൾ ഇപ്പോഴും കാണുന്നുണ്ടോ? 99 പാളി അതേ ചെമ്പ് പാളി ആ ക്ലാഡിങ് ഇളക്കി സ്വർണം ഇളക്കി മാറ്റിയതിനു ശേഷം കൂടുതൽ പോളിഷ് ചെയ്ത് ഗോൾഡ് പ്ലേറ്റിങ്ങിനായിട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാര്യം അതായത് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ക്ലാഡിംഗ് നടത്തിയിരിക്കുന്നത് കൊണ്ട് വീണ്ടും ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല ഗോൾഡ് ഇളക്കി മാറ്റുകയാണെങ്കിൽ. അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട് മഹേഷ് പണിക്കർ? ഇല്ല, അങ്ങനൊരു മാൽ പ്രാക്ടീസ് അതിനകത്തുനിന്ന് സ്വർണം ഇളക്കുന്ന അല്ല തങ്ക പ്ലേറ്റുകൾ ഇളക്കുന്ന മെത്തേഡിൽ അത് ഗ്രൈൻഡ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് ചെമ്പിനെ ഉൾപ്പെടെ പറിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. അത് ഈ ഡിസൈനെ എല്ലാം ബാധിക്കും. അങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഈ ഡിസൈൻ ഒന്നും അതിനകത്ത് കാണത്തില്ല. ഇതിനകത്ത് മൈന്യൂട്ട് ഡീറ്റെയിൽ ഉണ്ട് ഈ വർക്കിന്റെ ഓർണമെന്റ്സിന്റെ ഒക്കെ. അപ്പം അതിനകത്തല്ല ഇത് ക്ലാഡ് ചെയ്തെന്നുള്ള രണ്ടാമത് പേര് പ്ലേറ്റ് ചെയ്തെന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അതിനേക്കാളുപരി എനിക്ക് പറയാനുള്ള കാര്യം 2019 മാർച്ച് മാസമാണ് ഇദ്ദേഹം ആദ്യം ഒരു ഡോറ് ശബരിമലയിൽ കൊണ്ടുവരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചാനലുകളിലൊക്കെ കണ്ടാണ്. ജയറാം ഉൾപ്പെടെ ഒരു മഞ്ഞ ഷർട്ടിട്ട് ഒരു ടെമ്പോയ്ക്കകത്ത് വരുന്നതാണ്. ആ ഡോറ് ഫിറ്റ് ചെയ്തിട്ട് അത് 2019 മാർച്ച് മാസം 11-ാം തീയതി നമ്മുടെ തന്ത്രി, വലിയ തന്ത്രി, അദ്ദേഹം ആ ഡോറ് ഇദ്ദേഹം ഫിറ്റ് ചെയ്ത ഡോറ് പരിശോധിക്കുന്ന ചിത്രമാണ് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജ്. എൻ്റെ മുമ്പിൽ ആ പത്രമുണ്ട്. ഇതാണ് ആ പത്രത്തിന്റെ ഇത് മഞ്ഞ കളർ തന്നെയാണ്. ഈ ധാരപാലക വിഗ്രഹവും ഈ ഡോറും. അദ്ദേഹം ചെയ്ത ഡോറ് ചെമ്പാണ്, ഇതും ചെമ്പാണ്. അദ്ദേഹം ചെയ്ത ഡോറ് സ്വർണ്ണമാണ്, ഇതും സ്വർണ്ണമാണ്. അതാണ് അതിനകത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള 2019 മാർച്ച് മാസം 11-ാം തീയതി കഴിഞ്ഞിട്ട് ജൂലൈ മാസം 6-ാം തീയതിയാണ് ഇദ്ദേഹത്തിന് ഇതിന്റെ ഓർഡർ ഇറക്കുന്നത്. ജൂലൈ മാസം 19-ാം തീയതിയാണ് ഇത് ഇളക്കുന്നത്. ഇത് ഇളക്കിയിട്ട് ഇത് ഇദ്ദേഹം തന്നെ കൈപ്പറ്റിയിട്ട് ഇദ്ദേഹത്തിന്റെ ട്രാക്ടർ വിളിച്ചിട്ട് ട്രാക്ടറിൽ താഴെ കൊണ്ടുപോയി ട്രാക്ടറിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ കാറിൽ കയറ്റിയാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പം അത്രയും സ്ഥലത്ത് ഇതിന്റെ മഞ്ഞ കളർ മാറിയിട്ടില്ല. ഇനി ചെമ്പാണോ സ്വർണ്ണമാണോ, വിജയമല്യ എത്ര ഗ്രാം ചെയ്തോ, 800 ആണോ, ഇനി മറ്റേ അദ്ദേഹം പറയുന്നത് 2.5 കിലോ ആണോ, അല്ലെ ഇനി ആക്ച്വലി അതിനൊക്കെ കുറവാണോ, അതൊക്കെ പോട്ടെ. ഇതൊരു മഞ്ഞ കളറുള്ള ചെമ്പ്. ആ മഞ്ഞ കളറുള്ള ചെമ്പ് പാളി ഇദ്ദേഹം തന്നെയാണ് താഴെ കൊണ്ടുപോയത്. പക്ഷേ ഇതേ സാധനം ഈ കാറിൽ കയറി ഇവിടുന്ന് 35 ദിവസം കഴിഞ്ഞ് മദ്രാസിലെ അവരുടെ ഫാക്ടറിയിൽ എത്തുമ്പോൾ അത് ചുവന്ന കളറുള്ള ചെമ്പിന്റെ കളറായി. അപ്പം ഈ നിറം മാറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലും ഇദ്ദേഹത്തിന് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം മാന്തിപ്പറിച്ച് ഇതിന്റെ മേളത്തെ ഒരു 2 കാര്യം ഇത് ആക്ച്വലി 22 ഗേജുള്ള തകിടാണ്. 22 ഗേജുള്ള തകിടി ഇന്ന് ഈ ഗ്രൈൻഡ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഇതിനകത്ത് ഓട്ട വീഴുകയും ഈ ഡിസൈനൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ അത് പിന്നെ അതുപോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും ടാമ്പറിങ് ഉള്ളതാണെങ്കിൽ മറ്റേ ഈ പറഞ്ഞ കമ്പനിക്കാർ അത് സ്വീകരിക്കുകയില്ല. ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇത് കൊണ്ടുപോയി ഇതിന്റെ ഒരു സിമിലർ ഒരു അച്ചുണ്ടാക്കി ആ അച്ചിനകത്താണ് ഈ ഹൈദരാബാദിൽ ഉണ്ടാക്കിയ സാധനം വെച്ചിട്ടാണ് ഇത് പോറ്റി. അപ്പൊ അതിനുള്ള സമയമാണ് ഈ 30-35 ദിവസം. അതാണ് ഇതിന്റെ വസ്തുത. അപ്പം അങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ സാധനം ഇതുപോലെ തന്നെ 30 ദിവസം കൊണ്ട് ഇതിന്റെ ഒരു അച്ചുണ്ടാക്കി ഒരു ചെമ്പുപാളി ഉണ്ടാക്കുക സാധ്യമാണോ?
തീർച്ചയായിട്ടും ഒരു 10 ദിവസം കാര്യം 14 പീസാണല്ലോ. അപ്പോൾ 14 പീസ് വെച്ചാൽ ഓരോ പീസും അതിൽ പല പ്രാവശ്യം ചെയ്ത് ഈ സൂട്ടാകാത്തത് അതുകൊണ്ടാണെന്നേ. ഇതിനകത്തുനിന്ന് ഇറക്കിയ സാധനം തിരിച്ചു കൊണ്ടുവച്ചാൽ ഇത് സൂട്ടാകാതിരിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ ഇതിൻ്റെ പീഠം എടുത്തുകൊണ്ട് പോയി ആ പീഠത്തിൽ തന്നെയാണ് പുറത്ത് ഇവർ ടാമ്പർ ചെയ്ത അതിനകത്ത് എന്തെങ്കിലും ഉരച്ച് ഇതിനകത്തു നിന്നുള്ള സ്വർണ്ണം മൊത്തം എടുത്തു, അല്ലെങ്കിൽ ഉരച്ച് പുള്ളി അങ്ങ് കളഞ്ഞു, പമ്പയിലും ഒഴുകി കളഞ്ഞ ആ മഞ്ഞ കളർ പെയിൻ്റാണെന്നും പറഞ്ഞിട്ട് ആ പെയിൻ്റ് എല്ലാം ഉരച്ച് അവിടെ നിന്ന് ഇച്ചിരി കല്ലൂടെ എടുത്ത് മണ്ണൂടെ എടുത്ത് ആ മണ്ണെല്ലാം ഉരച്ച് പമ്പയെ തന്നെ കളഞ്ഞിട്ട് പുള്ളി ഈ ചെമ്പിൻ്റെ കളറുള്ള സാധനം കൊണ്ടുപോയി പൂശിക്കൊണ്ട് വന്നു വിചാരിക്കും ഇതെങ്ങനെ സൂട്ടാകാതിരിക്കും? അത് സൂട്ടാകണ്ടേ? പക്ഷെ അത് സൂട്ടായിട്ടില്ല എന്നുള്ളത് തന്നെ ഇത് വേറൊരെണ്ണമാണെന്നുള്ളതാണ് അതിൻ്റെ ഉറപ്പ്. കാര്യം അതാണ് അതിൻ്റെ സത്യവും. പിന്നെ ഈ മേളിൽ നിന്ന് എടുത്ത സാധനം ചെമ്പ് ഈ മഞ്ഞ കളറുള്ള ചെമ്പെന്നായി പറയാൻ പറ്റൂ. ഈ പിന്നെ അതിനകത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ട്, ഈ സാധനത്തിന് ചെമ്പില്ല. പിന്നെ ഇദ്ദേഹത്തിന് ഒരു റെസീറ്റ് മേടിച്ചിട്ടില്ല. ഇത്രയും വിലയുള്ളൊരു സാധനം ഒരു മനുഷ്യൻ്റെ കൊടുത്ത് വിടുമ്പോഴത്തേക്ക് ഞാൻ നടിൻ്റെ സാധനം കൈപ്പറ്റിയിരിക്കുന്നു, ഇത് സ്വർണ്ണം പൂശാനോ ഇത് ചെമ്പാണ്, ഇദ്ദേഹത്തിന് തിരിച്ചൊരു റെസീറ്റ് ദേവസ്വം ബോർഡ് മേടിക്കേണ്ടത്. ദേവസ്വം ബോർഡിൻ്റെ ഇത്ര വാല്യബിൾ ഉള്ള സാധനം ഒരു ആളുടെ കൊടുത്തു വിടുമ്പം അവരൊരു റെസീറ്റ് മേടിച്ച് സൂക്ഷിക്കണ്ടേ? അങ്ങനെ ഒരു സംഭവം ഇല്ലേ? ഇന്ന സാധനം കൊടുത്തു വിടുന്നു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയും ചെയ്തിട്ടില്ല. അപ്പം അതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ ആ സമയത്തെ സിസ്റ്റത്തിൽ ഇപ്പം ചെയ്ത പോലെ അല്ല, ഇപ്പം ചെയ്ത വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ തന്നെ കൊണ്ടുപോയി അവിടെ ചെയ്ത് 10 ഗ്രാം അഡീഷണൽ ആഡ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. അത് വളരെ സുതാര്യമായ മെത്തേഡാണ്, അഭിനന്ദാർഹമായ മെത്തേഡാണ്. പക്ഷെ അന്ന് ഇത് സംഭവിച്ചിട്ടില്ല, ഇദ്ദേഹത്തിനെ കൊടുത്തു വിട്ടു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് മാറ്റപ്പെടാനായിട്ട് ഒരു പ്ലാൻ ചെയ്തു. കാര്യം 2019 മാർച്ച് 11 ഇദ്ദേഹം കതക് സെറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ധാരപാലർക്ക് ഒരു കേടുമില്ലെന്നേ. നിങ്ങൾ ആ ചിത്രങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കും, എല്ലാവരും പരിശോധിക്കും. അതിനകത്ത് ഒരു കേടുമില്ലെന്നേ. ആ കേടില്ലാത്തൊരു സാധനം എന്തിനാണ് കേടെന്ന് പറഞ്ഞ് പിന്നെ ഒരു 4 മാസം സമയമുള്ളൂ. അത് കഴിഞ്ഞിട്ട് 4 മാസത്തിനുള്ളിൽ അത് കേടാവുന്നു, അതിനകത്തെ സ്വർണം പോകുന്നു, അത് കളർ മങ്ങുന്നു, അത് സ്വർണ്ണമല്ല ചെമ്പാകുന്നു, ഇദ്ദേഹം അത് കൊണ്ടുപോകുന്നു. അപ്പോൾ തികച്ചും നമുക്ക് ഒരു തരത്തിലുള്ള യുക്തിക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ റെക്കോർഡിക്കൽ സൈഡിലോ നിയമത്തിന്റെ വശത്തിലോ ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് പഴുതുകൾ ഉണ്ടാകാം. കാര്യം അദ്ദേഹത്തിന്റെ പുറകിൽ വലിയ സ്രാവുകളാണ്, അവർ എത്രയോ ഭീകരന്മാരെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഈ 800 ഗ്രാം ആണെന്ന് വെക്കുക, 2 സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. 800 ഗ്രാം സ്വർണ്ണമാണ് ഈ ദ്വാരപാലക ശില്പപാളിയിൽ അന്ന് വിജയമല്യ പൂശിയിരിക്കുന്നത് എന്ന് കരുതുക. അത് 20 വർഷം കഴിയുമ്പോൾ 2019 ആകുമ്പോൾ 1999 പൂശുന്നു, 2019 ആകുമ്പോൾ അതിൽ സ്വാഭാവികമായി തേയ്മാനം കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും എത്ര സ്വർണം വരെ പരമാവധി നഷ്ടപ്പെടാം? 800 ഗ്രാം സ്വർണ്ണമാണ് പൂശിയതെന്ന് ജുവലറി തൊഴിലാളി പറയുമ്പോൾ ഒരിക്കലും 100 പവനാണ്. ഡോക്ടർ അതിനകത്തൊരു ഞാൻ മൊത്തത്തിൽ ഇവർ എന്തായാലും മൊത്തത്തിൽ 30 കിലോയിലേ ഉള്ളൂ. ഇതേ സ്വർണ്ണം തന്നെയല്ലേ ആ ചവിട്ടി കയറുന്നത്. ഇത്രയും ആൾക്കാർ ഒരു ദിവസം 20-25 പേര് പടപടപടാന്ന് പറഞ്ഞ് ചവിട്ടി കയറുന്ന ആ സോപാനത്തിൽ ഇതല്ലേ ചെയ്തിരിക്കുന്നത്. അതിനില്ലാത്ത തേയ്മാനം എങ്ങനെ ഇതിന് വരുന്നത്? ആ ചവിട്ടുന്ന സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്ന ഇതേ സ്വർണം ഇതേ വിജയമല്യ ചെയ്തതാണ്. ആ റൂഫിൽ ചെയ്തിരിക്കുന്ന ഈ മഴയും വെയിലും ഇതുമെല്ലാം കൊള്ളുന്ന ആ റൂഫിൽ ചെയ്തിരിക്കുന്ന ഇതാണ്. അവിടുത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ. പരമാവധി തേയ്മാനം ഒന്നാം ആവറേജ് കണക്കിലാക്കിയാൽ എത്ര വരെ പോകാം? ഒരു 5-10 പവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ 20 വർഷം കൊണ്ട്? കാരണം അതിൽ പിടിച്ചു പോവുകയോ അത് കഴുകുകയോ ഒക്കെ ചെയ്യുമ്പോൾ, വെള്ളം വീഴുകയോ ഒക്കെ ചെയ്യുമ്പോൾ തേയ്മാനം അതെ ഒരിക്കലും അത് ഈ പറയത്തക്ക രീതിയിലുള്ള ഒരു ക്വാണ്ടിറ്റിയും കാണത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അത്രമാത്രം സ്റ്റെപ്പിൽ നമ്മൾ ചവിട്ടുന്ന സ്റ്റെപ്പല്ലേ ഏറ്റവും കൂടുതൽ പോകേണ്ടത്. സ്റ്റെപ്പിലെ സ്വർണ്ണം ഇരിക്കുമ്പോൾ എങ്ങനെ ഇതിലെ സ്വർണ്ണം പോകുന്നത്? കാര്യം അങ്ങനെ പോകുന്ന ഒരു ഇതൊരു വലിയൊരു മെത്തേഡിൽ അത് ഫിറ്റ് ചെയ്യുന്നത്. ഇവർ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതിനകത്ത് ഒരു വലിയ തെറ്റുണ്ട്. 38 കിലോ നമ്മൾ പറഞ്ഞു, 38 അല്ല, ഇവിടെ നിന്ന് ഇളക്കിയത് 42.8. ഈ 397 ഗ്രാം അല്ല, 397 ഗ്രാമിന്റെ കണക്ക് തിരിച്ചു വരുമ്പോഴാണ്. തിരിച്ചു വരുമ്പോൾ ഉള്ള ഇപ്പൊ തൂക്കിയപ്പോ കണക്കാണ് മറ്റേ സ്മാർട്ട് ക്രിയേഷൻ വാറണ്ടിയാണ് ഈ 397 ഗ്രാം. അതുപോലെ തന്നെ 38 കിലോ ഇപ്പൊ തൂക്കിയ വെയിറ്റ് ആണ്. അത് അന്ന് തൂക്കിയിട്ടില്ല, അന്ന് സ്വർണ്ണത്തിന് കണക്കെടുത്തിട്ടില്ല, വിജയമല്യയുടെ കണക്ക് എടുത്തിട്ടില്ല. വിജയമല്യ എത്ര പൂശെന്നുള്ള വിജയമല്യക്കേ അറിയത്തുള്ളൂ, അല്ലെ അന്നത്തെ പണിക്കാർക്കേ അറിയത്തുള്ളൂ. അത് ഇവർക്ക് അറിയത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ 397 ഗ്രാമിനേക്കാൾ കൂടുതലുണ്ട്. ഈ 397 ഗ്രാം ഇവരിപ്പോ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യാൻ 397 ഗ്രാം എടുത്തെങ്കിൽ അതിന്റെ ഒരു ഇരട്ടി സ്വർണ്ണം അവിടെ ഉണ്ട്. അതായത് ഒരു പക്ഷേ 800 ഗ്രാം എന്നുള്ളത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാര്യം ജുവലറിയുടെ ജീവനക്കാരൻ പറയുന്നതാണ്, അതാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെ താങ്കൾ പറയുന്നു, അങ്ങനെയാണെങ്കിൽ 1-2 പവൻ പോലും ആ അർത്ഥത്തിൽ മാത്രമല്ല ദ്വാരപാലകരുടെ പ്രതലത്തിൽ ഓരോ ദിവസവും കൈ പോയി പതിയുകയോ അവിടെ ഭക്തരുടെ കൈ പതിയുകയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. കാര്യമായി അങ്ങനെ ചവിട്ടുപടികളിൽ പതിയുന്നത് പോലെയുള്ള മനുഷ്യസ്പർശം ദ്വാരപാലക ശില്പപാളിയിൽ ഉണ്ടാവാറുമില്ല. അതും വാസ്തവമാണ്. അതെ. അപ്പൊ അതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് സുരേഷ് കുമാർ, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ഈ ഒറ്റ പോയിന്റിലാണ്. 2025 സർക്കാരിനെ വിട്ടേക്കൂ, 2019 സംഭവിച്ചു പോയി ഗുരുതര വീഴ്ച, അത് പിന്നീട് തിരിച്ചറിയാൻ വൈകി എന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെയും ദേവസ്വം മന്ത്രിയുടെയും ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വീഴ്ച. ഒടുവിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകേണ്ടി വന്നു. ആ ജാഗ്രത എന്തുകൊണ്ട് നമ്മുടെ ദേവസ്വം ബോർഡിന് ഇല്ലാതെ പോയി? എന്തുകൊണ്ട് പരിശോധിക്കാതെ പോയി?
ചോദ്യങ്ങളുണ്ട്, മറുപടി എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം ശില്പി മഹേഷ് പണിക്കർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുസ്ലിം ലീഗ് പ്രതിനിധി, UDF പ്രതിനിധി, അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ CPM പ്രതിനിധി എന്നിവരാണ്. അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, സ്ട്രേറ്റ് ചോദ്യമാണ്. 2019 സംഭവിച്ച ഗുരുതരമായ വീഴ്ച, അതാണ് ഇവിടെ ശില്പി മഹേഷ് പണിക്കർ ചൂണ്ടിക്കാണിച്ചത്. ഒരു തരത്തിലും അത് വിജയമല്യ പൂശിയ സ്വർണ്ണമാണ് അല്ലെങ്കിൽ വിജയമല്യ പൂശിയ ചെമ്പുപാളിയാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. സാഹചര്യ തെളിവുകളെ നമ്മുടെ മുന്നിലുള്ളൂ, ശാസ്ത്രീയ തെളിവുകൾ വേണം. പക്ഷേ പണിക്കർ തന്നെ പറയുന്നത് സാങ്കേതികമായി എങ്ങനെ അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് ഈ ചെമ്പുപാളി മാത്രമായി ചെന്നൈയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ 100 പവൻ ഉണ്ടായിരുന്ന അന്നത്തെ ആ വിജയമല്യ പാകിയ 20 വർഷത്തോളം അയ്യപ്പൻ്റെ ശ്രീകോവിലുണ്ടായിരുന്ന പാളി എവിടെ? ഈ ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞിട്ടില്ല ഈ സർക്കാർ, കോടതി ഇടപെടുന്നതുവരെ. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നേരത്തെ മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് വന്ന് വിളയാടുമായിരുന്നു, ഇപ്പോഴും ഇതുപോലുള്ള ഇടനിലക്കാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമായിരുന്നു, മാനുവലുകൾ ലംഘിക്കപ്പെടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഈ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇല്ലേ സുരേഷ് കുമാർ? അല്ല, 2025 വളരെ കൃത്യമായി മാനുവൽ പ്രകാരം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇതിൻ്റെ മിനുക്കുമണികൾക്കായി കൊണ്ടുപോയ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വീഡിയോ ചിത്രീകരണം നടത്തി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊണ്ടുപോയ ദേവസ്വം വകുപ്പ് മന്ത്രിയും അല്ലെങ്കിൽ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും രാജിവെക്കണം എന്ന് ആവർത്തിച്ചാവശ്യപ്പെടുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ മോട്ടീവ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഈ ചർച്ചയിൽ ഒരു ഭാഗം അതുകൂടെ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വന്ന് അദ്ദേഹം പറയാനുള്ളതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നതിനുള്ളൊരു പശ്ചാത്തലമുണ്ട്. ഞാൻ ആവർത്തിച്ച് സമയം അപഹരിക്കുന്നില്ല. ആ പശ്ചാത്തലം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഒറ്റയടിക്ക് 4 കിലോ സ്വർണം കേരളത്തിൻ്റെ മന്ത്രിസഭ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ അടിച്ചുമാറ്റി എന്നാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി തൻ്റെ ഓരോ വാക്കും ഓരോ സ്റ്റേറ്റ്മെൻറ്റും വളരെ കൃത്യതയോടുകൂടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് എന്താണ് ചെയ്തത്? ഇവിടെ നമുക്കറിയാം ഇനി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ താങ്കളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്? 1999 മുതൽ 98 ഈ സ്വർണം പൂശിയ വിജയ് മല്യയുടെയുമായി ബന്ധപ്പെട്ട രേഖകൾ അവിടെ ഇല്ലാതാകുന്നതിന് അല്ലെങ്കിൽ ഇല്ലാതായി എന്ന് തീർത്തു പറയാൻ വേണ്ടി കഴിയില്ല. സ്ട്രോങ് റൂമുകൾ തുറന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ആ രേഖകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ മുമ്പ് നമ്മൾ അറിയുന്നത് അവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള രേഖകൾ കാണാനില്ല എന്നാണ്. അങ്ങനെയുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു ഭരണം നടത്തിയ ആളുകളുടെയോ മുഖ്യമന്ത്രിയുടെയോ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയോ ദേവസ്വം മന്ത്രിയുടെയോ മാത്രം ഉത്തരവാദിത്വത്തിൽ അവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആരാണ്? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് 4 കിലോഗ്രാം സ്വർണം കാണാതെ പോയി എന്നുള്ള ഒരു ആക്ഷേപം വന്നാൽ നിങ്ങൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കും? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് കണക്ക്? ഒരു കണക്കുമില്ലാതെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ആധികാരികമായി ഒരു രേഖയുമില്ല, ഇപ്പോഴും സർക്കാരിന്റെ കയ്യിലില്ല, ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ല. ആകെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടുപോയ സ്വർണം 42 കിലോഗ്രാം, കൊണ്ടുവന്ന സ്വർണം കൊണ്ടുപോയ ചെമ്പുപാളിക്ക് 42 കിലോഗ്രാം ഭാരം, തിരിച്ചു കൊണ്ടുവന്നതിന് 38 കിലോഗ്രാം ഭാരം. ആ വ്യത്യാസം 4 കിലോഗ്രാം. അത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് ഇതുവരെയും തീർപ്പായിട്ടില്ല. D സുരേഷ് കുമാർ. പ്രതിപക്ഷ നേതാവിൻ്റെയും BJP നേതാക്കന്മാരുടെയും ഇത്തരത്തിലുള്ള കുപ്രചരണം മനസ്സിലാക്കാൻ, ഇത് സത്യവുമായി യാതൊരുവിധ നീതിയും പുലർത്താത്ത കാര്യമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി സവിശേഷതയൊന്നും വേണ്ട, കോമൺ സെൻസ് മാത്രം മതി. കാരണം ചെമ്പിൽ പൂശിയതാണ് സ്വർണം, ചെമ്പ് പാളികളിൽ പൂശിയതാണ് സ്വർണം. സ്വാഭാവികമായും സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള സ്വർണം മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും കാണിക്കാതെ അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ, കേരളീയ ജനതയ്ക്കിടയിൽ വളരെ തീവ്രമായ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ വിവാദമുണ്ടാക്കി അതിൽ നിന്നും നേട്ടം കൊയ്യുന്നതിനും വേണ്ടി വളരെ ബോധപൂർവം കെട്ടിച്ചമച്ച ഒരു കഥയാണിത്. നിങ്ങളുടെ ആരോപണം മാത്രമാണ്, നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ. സുരേഷ് കുമാർ, എത്ര സ്വർണം ഉണ്ടായിരുന്നു 2019? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എല്ലാ മാനുവലും ലംഘിച്ച് നിങ്ങൾ കൊടുത്തുവിടുമ്പോ കണക്കുണ്ടോ?
എത്ര സ്വർണ്ണമുണ്ടായിരുന്നു 2019 ഈ മാനുവൽ ലംഘിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുമ്പോൾ കണക്ക്? അല്ല, അതിന്റെ പരിശോധനകൾ ഞാൻ ചോദിക്കട്ടെ, 2009 ശ്രീ വിജയ് മല്യ അവിടെ പൂശിയ സ്വർണത്തിന്റെ കണക്കിനെ സംബന്ധിച്ച് രണ്ടാം പിണറായി സർക്കാരിലെ മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് നേതൃത്വം നൽകുന്ന പ്രശാന്തും മറുപടി പറയണമെന്ന് പറയുന്ന ആ ഒരു വളരെ അയ്യപ്പനുള്ള കാലത്തോളം, അയ്യപ്പനെ ദേവസ്വം ബോർഡ് കാക്കുന്ന കാലത്തോളം ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ടി വരും. ആ സ്വർണം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. തീർച്ചയായും കാലാകാലങ്ങളിലുള്ള ആളുകൾ അതിന്റെ എല്ലാ രേഖകളും അവിടെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സൂചിപ്പിച്ചല്ലോ, സ്വർണം എത്രയാണ് അങ്ങേക്ക് അറിയുമോ? ദേവസ്വം ബോർഡിന് അറിയുമോ? ദേവസ്വം മന്ത്രിക്ക് അറിയുമോ? അല്ല, തീർച്ചയായും അതാ രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ പുറത്തു വരാൻ സാധ്യതയുള്ളൂ. പ്രതിപക്ഷ നേതാവ് നിലവിൽ പറയുന്ന 4 കിലോഗ്രാം സ്വർണം കണക്ക് മുന്നിലുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തരുത്. പ്രതിപക്ഷ നേതാവ് പറയുന്ന കണക്കിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം, അത് വാസ്തവമാണോ നിർബന്ധമൊന്നുമില്ല. പക്ഷേ അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ തിരിച്ചൊരു കണക്ക് അങ്ങയുടെ കയ്യിൽ കാണണം. നിർഭാഗ്യവശാൽ അങ്ങയുടെ കയ്യിൽ ആ കണക്കില്ല. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ. അവിടെ അങ്ങനെ ഒരു കണക്ക് ഇല്ല എന്നുള്ള പൂർണ്ണ നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല. 18 സ്ട്രോങ് റൂമുകളുണ്ട്. ആ 18 സ്ട്രോങ് റൂമുകളിലും ABC ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ഇങ്ങനെ 4 രൂപത്തിലുള്ള നിലവറകളുണ്ട്. ഈ നിലവറകളാകെ തന്നെ തുറന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഒരു സെന്റൻസ് കൂടെ പറഞ്ഞ് എന്നെ അവസാനിപ്പിക്കാൻ അനുവദിക്കണം. ഇതിനിടയ്ക്ക് തന്നെ 467 കിലോഗ്രാം സ്വർണം, ഇവിടെ 1 കിലോയുടെയും 2 കിലോയുടെയും 3 കിലോയുടെയും ഒക്കെ കണക്ക് പറയുമ്പോൾ ഇന്നത്തെ കേരളത്തിന്റെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും സർക്കാരും 467 കിലോഗ്രാം സ്വർണമാണ് ആസ്തിയായി തിട്ടപ്പെടുത്ത് RBIക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഇന്നിപ്പോൾ അറിയത്തുള്ളൂ. ഇതിപ്പോ ദേവസ്വം ബോർഡ് പറയുന്ന ഒരു കണക്കല്ലേ അങ്ങ് പറയുന്നത്. എത്ര കൊടുത്തു എന്നുള്ളത് പാവപ്പെട്ട ഭക്തന്മാർ വന്ന് നമ്മളോട് പറയില്ലല്ലോ. അപ്പൊ അതൊക്കെ അവിടെ ഉണ്ട്. അത് കാലാകാലങ്ങളിലുള്ള സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അവരൊന്നും ഒഴിച്ചു മാറാൻ പറ്റില്ല. മുഹമ്മദ് ഷാ, ഇതാണ് CPMന്റെ പ്രതിരോധം. 2025 സർക്കാരിനെ നിങ്ങൾ പഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. അതൊരു സുവർണാവസരമായി നിങ്ങൾ ഇപ്പോൾ കാണുകയാണ്. അല്ല അരുൺ, ഇത് നിങ്ങൾ ഇവർക്ക് ഈ CPMക്കാർക്ക് പറയുമ്പോൾ ഇതിന്റെ ഗ്രാവിറ്റി ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അവർ പറയുന്നത് ഭക്തർ കൊടുത്ത സ്വർണത്തിന്റെ കണക്കെടുത്ത് വെച്ചിട്ട് അത് ഗവൺമെന്റ് അച്ചീവ്മെന്റ് ആയിട്ട് പറയുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾക്ക് 1 ഗ്രാമാണ് സ്വർണ്ണം പോകുന്നത് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് കൺസേൺ നമുക്ക്. ഞാൻ ശബരിമലയ്ക്ക് അടുത്ത് എരുമേലി ജനിച്ച ഒരാളാണ്. എന്റെ എരുമേലി പള്ളിയുമായി ബന്ധപ്പെട്ട് ശബരിമല വിശ്വാസികളുടെ അവരുടെ ആ ഗ്രാവിറ്റി നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ആ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നവർ ഒരു വൃതത്തിലാണ് വിശ്വാസ കാലഘട്ടത്തിൽ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ടുവന്നതിൽ നിന്നും 1 ഗ്രാം നഷ്ടപ്പെട്ടാലും അതിനൊരു കൺസേൺ ഉണ്ട്. CPMകാരുടെ പ്രശ്നം അവർക്കതൊന്നും പ്രശ്നമല്ല, അവരത് ലൈറ്റായിട്ട് കാണുന്നു എന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നമ്മുടെ ശില്പി പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒറ്റ കാര്യം പറയാം, അതിന് മാത്രം അതിന്റെ മറുപടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 17/9/2025 ഈ പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് ഈ സുവമോട്ടോ കേസ് എടുത്തതിന് ശേഷം ഉത്തരവിട്ടു. അതിന്റെ 3ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായി പറയുന്നുണ്ട്. 4/5/1999 ഉത്തരവിന്റെ കാര്യം പറഞ്ഞിട്ട് അതിനകത്ത് പറയുന്നത്, അതിനകത്ത് ഇൻസ്റ്റോൾ ഗോൾഡ് ക്ലാഡ് ദ്വാരകപാല അറ്റ് ദി എൻട്രൻസ് ഓഫ് ശ്രീകോവിൽ പറഞ്ഞിട്ട് ആസ് നോട്ടഡ് ഇൻ അവർ earlier order such cladding involved traditional methods requiring a substantial quantity of gold. സബ്സ്റ്റാൻഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് അതിലുണ്ട് എന്ന് ഹൈക്കോടതി പറയുന്നു. അത് പഴയ ഓർഡർ വെച്ചിട്ടാണ് പറയുന്നത്. അതുണ്ട് എന്ന് കണ്ടെത്തിയ സാധനം ഇപ്പൊ മഹസർ എഴുതപ്പോ ചെമ്പാണെന്ന് 2019 പറഞ്ഞിരിക്കുന്നു. ആ ഗോൾഡ് ക്ലാഡിംഗ് ഉണ്ട്, സബ്സ്റ്റാൻഷ്യൽ ഗോൾഡ് ഉണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞതിന് അതാണല്ലോ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വെർഷൻ. അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ മൊഴി കൊടുത്ത ആളുടെ വേർഷനും അത് ചെമ്പാണെന്നാണ് മഹസർ, ചെമ്പ എനിക്ക് കിട്ടിയെന്ന്. അവിടെയാണ് ശില്പി പറഞ്ഞ പ്രാധാന്യം. ആ ചെമ്പാണ് എന്ന് എഴുതി ചേർത്തത് അത് ചെമ്പാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു. തിരിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്തപ്പോൾ അത് അനുയോജ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയതല്ല തിരിച്ചു കൊണ്ടുവച്ചതെന്നാണ് അർത്ഥം. അപ്പൊ കൊണ്ടുപോകുമ്പോൾ തന്നെ ഈ ഉദ്ദേശമുണ്ട്. അറിഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ചെയ്തതിനു ശേഷം അതിനാണ് മറുപടി വേണ്ടത്. CPM പ്രതിനിധി മറുപടി പറയേണ്ടത് ഈ ചോദ്യത്തിനാണ്. സുരേഷ് കുമാർ, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അരുൺ. ഒരു കാര്യം പറഞ്ഞോട്ടെ. പുതിയ ഗവൺമെന്റിനോട് ഈ ഗവൺമെന്റിനോട് അത് ആൻസറബിൾ അല്ല എന്ന് അദ്ദേഹം പറയുന്നത് തെറ്റാണ്. കാരണം ഒന്നാമത്തെ കാര്യം, പിണറായി വിജയൻ കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് 9.5 വർഷമായി. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അന്നും ഇന്നും. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്
ഹൈക്കോടതി ഇടപെടുന്നതിന് തൊട്ട് മുമ്പ് വരെ സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥ ശബരിമലയുടെ അസറ്റ്സിനുണ്ട് എന്നതാണ്. ഇവരുടെ കൈകളിൽ അത് സുരക്ഷിതമല്ല. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് ആരും കാണാതെ പോകുമായിരുന്നു. അവർ മാറി നിൽക്കണം. അത് കാരണം ഇത് ചെറിയ വിശ്വാസിയായ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ സാധിക്കില്ല. ഒരു വിശ്വാസിയായ ഒരു മന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ, ഇത് ശബരിമലയാണ്, അതിനെ ടച്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത്രത്തോളം വിശ്വാസമുള്ള ഒരു സബ്ജക്റ്റിനെ ശങ്കുട്ടിദാസിലേക്ക് പോയി അവസാനിപ്പിക്കണം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ഇപ്പോൾ ഷാ ഉന്നയിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിൽ ഒന്ന്, ഭക്തന്മാർ കൊടുത്ത സ്വർണത്തിന്റെ മേനിയിൽ സർക്കാരിന് അഭിമാനിക്കാൻ ഒന്നും തന്നെയില്ല. അത് കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും ഉത്തരവാദിത്വമാണ്. നിർഭാഗ്യവശാൽ മൈനറായ ദേവന്റെ സ്വർണം സൂക്ഷിക്കാൻ കഴിയാത്ത സർക്കാർ എന്നൊരു പേര് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് ചാർത്തിക്കൊടുത്തത് പാർട്ടികളല്ല, അത് നിലവിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്, ഹൈക്കോടതിയുടെ ഒരു സംശയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. ജസ്റ്റിസ് കെ ടി ശങ്കരൻ അത് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന്, രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെയാണ് ഇടത് സർക്കാരിന് മാറി നിൽക്കാൻ കഴിയുക? സുരേഷ് കുമാർ. അല്ല, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി തെറ്റിദ്ധരിപ്പിക്കാനിട വരുന്ന ഒരു വാചകം പറഞ്ഞു. ഭക്തന്മാർ നൽകുന്ന നേർച്ച അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ അച്ചീവ്മെൻ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ള നിലയിൽ അത് തെറ്റാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് കൃത്യതയോടുകൂടി കടലിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. അത് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ സമയമാണ് വളരെ വിലപ്പെട്ട സമയമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടോ? ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത്തരമൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കാൻ എന്ത് ബാധ്യതയാണ് ഞങ്ങൾക്കുള്ളത്? ഈ സർക്കാരിനും ദേവസ്വം ബോർഡിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എന്ത് ബാധ്യതയാണുള്ളത്? അത് തെറ്റായി ചിത്രീകരിക്കാൻ വേണ്ടി, ഞങ്ങളെ മോശക്കാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. അങ്ങനെ ഒരു തെറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തുറന്നുള്ള ജീവിതം അഴിക്കുള്ളിലായിരിക്കും എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞൂടാത്തത്? മൂന്നാമത്തെ കാര്യം, UDF സർക്കാരിന്റെ കാലത്ത് ദേവസ്വം ബോർഡിന്റെ മന്ത്രിയും ആ പരിവാരങ്ങളും ചെയ്ത കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ചെറുന്നിയൂർ പി ശശിധരൻ നായരുടെ നേതൃത്വത്തിൽ, അഡ്വക്കേറ്റ് ചെറുന്നിയൂരിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടിയും 9.5 വർഷക്കാലം കൊണ്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഈ നാട്ടിൽ വിലപ്പോകുന്ന കാര്യമല്ല. ഇത് ഏറ്റവും കൂടുതൽ അഴിമതിയൊക്കെ നടന്നിട്ടുള്ളത് ആരുടെ കാലത്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞാൻ ഈ 467 കിലോ സ്വർണം മോണിറ്റൈസേഷന്റെ ഭാഗമായി RBIയിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് ഞങ്ങളുടെ നേട്ടമായിട്ടല്ല, ഞങ്ങൾ അതിന്റെ സംരക്ഷകരാണ്. ആ സംരക്ഷണ വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ഈ സ്വർണ്ണപ്പാളിയിൽ, ചെമ്പുപാളിയിൽ എത്ര സ്വർണ്ണമുണ്ട്, എത്ര ചെമ്പുണ്ട് എന്നതിന് ഒരു കണക്കും നിലവിൽ ഇതുവരെയും ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. അതാണ് കോടതിക്ക് സംശയമുണ്ടാക്കിയത്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് ഗോളടിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ 4 കിലോഗ്രാം സ്വർണമെന്ന് പറയുന്നത്, BJP അധോലോകമെന്ന് ഇന്നതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശങ്കുട്ടിദാസ്, ശക്തമായ സമരപരിപാടികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും സുരേഷ് കുമാർ പറയുന്നതിൽ ഒരു കാര്യം, അടുത്ത സ്ട്രോങ് റൂമുകൾ പരിശോധിച്ചതിന് ശേഷം ഈ രേഖകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ടും പറയാൻ നമുക്ക് കഴിയില്ല. അത് KTS അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചതിന് ശേഷമേ നമുക്കതിലേക്ക് എത്താൻ കഴിയൂ. അപ്പോൾ കൃത്യമായി 800 പവൻ്റെയൊക്കെ വിവരങ്ങൾ അതിലുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉയർത്തുന്ന ഈ പ്രതിഷേധം സർക്കാരിന് അനുകൂലമാവും. ഒരിക്കലും ഇല്ല. നോക്കൂ, ഇവിടെ വസ്തുതകൾ വിസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒന്ന്, ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനല്ല. 1999 മുതൽ ഇന്ന് വരെ ശബരിമലയിലും അതേപോലെ തന്നെ ആറന്മുളയിലുള്ള സ്ട്രോങ് റൂമുകളിൽ എത്ര സ്വർണ്ണം ഉണ്ട് എന്നുള്ളതിൻ്റെ ഇൻവെൻട്രി തയ്യാറാക്കാനാണ്. കാരണം ഈ കേസിൻ്റെ വാദത്തിൻ്റെ ഘട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം, ഇതിൽ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങൾ ഒരുപക്ഷെ സ്ട്രോങ് റൂമിൽ തന്നെ ഉണ്ടായിരിക്കാം എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 സ്ട്രോങ് റൂമുകളും പരിശോധിക്കാൻ കോടതി ഉത്തരവിടുകയും 10 ദിവസം എടുത്തുകൊണ്ട് ശബരിമലയിലെയും ആറന്മുളയിലെയും സ്ട്രോങ് റൂമുകൾ പരിശോധിക്കുകയും ചെയ്തു. അവിടെ കോടതിയുടെ നേതൃത്വത്തിൽ പോയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കണ്ട കാഴ്ച എന്താ? ചാക്കുകളിൽ സ്വർണ്ണ നാണയങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഒരു കണക്കില്ല, രജിസ്റ്ററിൽ എത്ര നാണയങ്ങൾ ഉണ്ടെന്നുള്ള കണക്കില്ല. അതൊരാൾ ഒരു പിടി വാരിക്കൊണ്ട് പോയാലും ആരും അറിയില്ല. ഒരു മരത്തിന്റെ പെട്ടിയിൽ, പ്രോപ്പർലി പൂട്ടുപോലില്ലാത്ത പെട്ടിയിൽ ആഭരണങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. ഇത്രയും അനാസ്ഥയോട് കൂടിയിട്ട്, കെടുകാര്യസ്ഥതയോട് കൂടിയിട്ടാണ് ഈ ഗോൾഡൻ ഓർണമെന്റ്സ് കൈകാര്യം ചെയ്തതെന്ന് കണ്ടപ്പോഴാണ് 99 മുതലുള്ള ഇൻവെന്ററി ഒരു ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കാൻ പറഞ്ഞത്. ഈ കാര്യത്തിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വേറെ ആവശ്യമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെ സർക്കാർ
സർക്കാരിനും ദേവസ്വം ബോർഡിനും ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചല്ലോ. ആ ഉത്തരവാദിത്വം വളരെ ലളിതമാണ്. ഈ ഹൈക്കോടതി ഇതിൽ ഇടപെടുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വാസത്തിലെടുത്തോണ്ടുള്ള സമീപനമാണ് ഈ സർക്കാരും ഈ ദേവസ്വം ബോർഡും എടുത്തിരുന്നത്. ഈ 2019 പോറ്റിയുടെ കയ്യിൽ 2025 സെപ്റ്റംബർ 7-ാം തീയതി ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തു വിട്ടിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. മാനുവൽ പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അങ്ങ് ചെന്നൈയിൽ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2025 ദേവസ്വം ബോർഡ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കൊടുത്തു വിട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് അങ്ങ് മുഴുവൻ കേൾക്കും. 2025 ഓഗസ്റ്റ് 24-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണ കമ്മീഷണർ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2025 ഓഗസ്റ്റ് 24-ാം തീയതി അയച്ചിട്ടുള്ള കത്തിൽ ഈ ശബരിമലയിലെ നിരവധിയായിട്ടുള്ള സ്വർണ്ണ പണ്ടങ്ങൾക്ക് കേടുപാടുകളുണ്ട്, ഇതിന്റെ കുറ്റങ്ങൾ തീർത്ത് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്, ഗോൾഡ് പ്ലേറ്റിംഗിന്റെ ഗ്യാരണ്ടി കിടക്കുന്നത് ഈ എല്ലാ സ്പോൺസർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്. അതായത് 2019 ഇത്രയും വലിയൊരു തിരിമറി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കിങ് പിൻ എന്നിരിക്കുമ്പോഴും 2025 വരെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടപ്പെട്ട ആളായിരുന്നു. അയാൾ ഇത്തരത്തിലൊരു കൃത്രിമത്വം ഒരു തിരിമറിയോ നടത്തി സംശയം പോലും ഈ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നില്ല. ഇൻട്രസ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറായിരുന്നു. അയാളുടെ വാക്കുകളാണ് വേണ്ടപ്പെട്ട ആളായത്. പീഠം കാണാനില്ല എന്ന കള്ളത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ അത് BJP കോൺഗ്രസ് ഏറ്റെടുത്തു. CPM തന്നെ പറയുന്നത് സാർ, ഇത് CPM തന്നെ ഇറക്കിയിട്ടുള്ള ക്യാപ്സ്യൂളാണ്. എന്ത് അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ പീഠം കാണുന്നില്ല അതൊരു പരാതി ഉന്നയിച്ചിട്ടാണ് ഈ സംഭവം മുഴുവൻ ഉടലെടുത്തതെന്ന്. അല്ല, അത് വ്യാജമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഈ സംഭവം ഉടലെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുവോമോട്ടോ കേസെടുക്കുമ്പോഴാണ്. ഈ 2025 ഈ സ്വർണ്ണം ഒരുക്കാൻ വേണ്ടി കൊണ്ടുപോയത് കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടല്ലെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ്. അയാൾ പറഞ്ഞത് കള്ളത്തരമാണെന്ന് തെളിയിച്ചത് ദേവസ്വം വിജിലൻസ് ആണ്. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഒരുപക്ഷെ സുരേഷ് പറഞ്ഞതുപോലെ അഴികൾക്കുള്ളിൽ അടയ്ക്കുകയാണെങ്കിൽ നമുക്കത് കാത്തിരിക്കാം, അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും വസ്തുതകൾ പുറത്തു വരട്ടെ, സ്വർണം തെളിയട്ടെ എത്രയുണ്ട് എന്ന്. നന്ദി ശ്രീ സുരേഷ് കുമാർ, നന്ദി ശ്രീ മുഹമ്മദ് ഷാ, നന്ദി ശ്രീ ശങ്കുട്ടിദാസ്, നന്ദി ശ്രീ മഹേഷ് മണിക്ക് ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.